വാർത്തകൾ തുടരുന്നു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. കേരളത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ തിരിച്ചയക്കരുതെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. രേഖകളില്ലാത്ത കുട്ടികൾക്ക് രേഖകൾ ശരിയാക്കാനുള്ള സമയം അനുവദിക്കണം. കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തെന്ന് വിശേഷിപ്പിക്കാൻ നിലവിൽ കഴിയില്ലെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അഥവാ രേഖയില്ലാതെ ആണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിന് ആവശ്യമായ രേഖകൾ ഉണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് ആവശ്യമായത് ചെയ്തു കൊടുക്കണം. അന്യ സംസ്ഥാനങ്ങളിൽ പോയി അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ പല സംഘടനകളും. പ്രത്യേകിച്ച് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കേരളത്തിന് പുറത്ത് ഗുജറാത്ത്, മധ്യപ്രദേശ്, ബംഗാൾ, കർണാടക, തമിഴ്നാട്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 500-ലധികം സ്കൂളുകളും അനാഥാലയങ്ങളും മദ്രസകളും നടത്തുന്നുണ്ട്. അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. കേരളത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ തിരിച്ചയക്കരുതെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. രേഖകളില്ലാത്ത കുട്ടികൾക്ക് രേഖകൾ ശരിയാക്കാനുള്ള സമയം അനുവദിക്കണം. കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തെന്ന് വിശേഷിപ്പിക്കാൻ നിലവിൽ കഴിയില്ലെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. പ്രത്യേകിച്ച് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കേരളത്തിന് പുറത്ത് ഗുജറാത്ത്, മധ്യപ്രദേശ്, ബംഗാൾ, കർണാടക, തമിഴ്നാട്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 500-ലധികം സ്കൂളുകളും അനാഥാലയങ്ങളും മദ്രസകളും നടത്തുന്നുണ്ട്. അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുള്ളത്. എന്നാൽ അവിടെ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരു കച്ചവട താല്പര്യവും കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട്. BJP യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം കളിക്കുന്നില്ലേ? അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു നിഗമനമാണിത്. കാരണം ഇതിൽ BJP ഇപ്പം മുനീർ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ വകുപ്പ് മന്ത്രി ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ MK മുനീറിന്റെ വകുപ്പിന് കീഴിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തത് ഇതൊരു മനുഷ്യക്കടത്താണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് കേസെടുത്തത്. ഞങ്ങളിതിൽ കക്ഷിയല്ല, വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രചരണമാണിത്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഗുജറാത്തിലും പിന്നെ മധ്യപ്രദേശിലും ഒക്കെ അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ അനാഥാലയങ്ങൾ എതിരല്ല. ഇത് കൃത്യമായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആരാണിത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ല എന്ന് പറഞ്ഞത്?